Hello, my dear friends. Welcome back to Negentropy BTech Tuition. This is Afsal. This is our third type of load, uniformly distributed load. ആദ്യം പഠിച്ച ലോഡ് ഓർമ്മയുണ്ട്, പോയിന്റ് ലോഡ്. രണ്ടാമത് ഒരു പോയിന്റ് മൊമെന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് മൊമെന്റ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ലോഡാണ് നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഈ ലോഡിൻ്റെ പ്രത്യേകത, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ലോഡിന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ലോഡിന് ആക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് യൂണിറ്റ് കണ്ടോ, സ്മോൾ w ന്യൂട്ടൺ പെർ മീറ്റർ. w ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു മീറ്ററിൽ ഇത്ര ഫോഴ്സ് അവന് ആക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യാൻ ഇവന് പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ നോക്കൂ നിങ്ങൾ, എ മുതൽ ബി വരെ എന്തുണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. എ മുതൽ സി വരെയും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട് ഈ പോയിന്റിൽ എത്ര യൂണിറ്റ് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ആ ലോഡ് ഒരു പെർട്ടിക്കുലർ റീജിയൻ, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാത്രമേ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ പോയിന്റ്, അതിന് യൂണിറ്റ് കണ്ടോ, w ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ യൂണിറ്റ്. അപ്പം നമുക്ക് ടോട്ടൽ ലോഡ് ആക്ടിങ് ഓവർ എ പെർട്ടിക്കുലർ റീജിയൻ, ഫോർ എക്സാമ്പിൾ എ സി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റീജിയൻ നോക്കൂ. എ മുതൽ സി വരെ ഉള്ള ഒരു പെർട്ടിക്കുലർ റീജിയനിൽ എത്രമാത്രം ലോഡ്, ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നു ഡ്യൂ ടു ദിസ് യൂണിറ്റിൽ നിന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, എ മുതൽ സി വരെ ഉള്ള നമ്മുടെ യൂണിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ദാറ്റ് ഈസ് w ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു മീറ്ററിൽ w ന്യൂട്ടൺ പെർ മീറ്റർ. പക്ഷെ നമുക്ക് ആവശ്യം എ മുതൽ സി വരെയാണ്. എ മുതൽ സി വരെ എത്രയാണ് ലെങ്ത്, L/2. അപ്പോൾ ഈ w എന്ന് പറയുന്ന UDL L/2 ദൂരത്തിൽ ആക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര ലോഡാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ആ L/2 ഡിസ്റ്റൻസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, യൂണിറ്റ് ശ്രദ്ധിച്ച് നോക്കൂ, മീറ്ററും എന്തായി പോയി, കട്ട് ചെയ്ത് പോയി. പിന്നെ ആര് മാത്രമേ യൂണിറ്റിലുള്ളൂ, ന്യൂട്ടൺ മാത്രമല്ലേ ഉള്ളൂ. സോ w L/2 ആണ്, L/2 ന്യൂട്ടൺ ആണ് എ സി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ആക്ട് ചെയ്യുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇത് പറഞ്ഞു തരാൻ കാരണം, ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും തെറ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇതിപ്പോൾ ഫോഴ്സ് മാത്രമായിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് കണ്ടെത്തും, മൊമെന്റ് കണ്ടെത്തുമ്പോഴാണ് രസം. എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഏരിയയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെന്റ് കണ്ടെത്താം. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പ്രോബ്ലം, ഈ ക്ലാസ് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. ശ്രദ്ധിച്ചിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. റഫായിട്ട് ഒരിക്കലും കാണാൻ നിൽക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. ഞാൻ അതിനെ കളയുന്നു. ഇതെന്ത് ബീമാണ്, ദിസ് ഇസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. എ എന്ന് പറയുന്ന സപ്പോർട്ടും ബി എന്ന് പറയുന്ന സപ്പോർട്ടുകൾക്കും ഇടയിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിങ് UDL ത്രൂ ഔട്ട് ദ സ്പാൻ. അവൻ്റെ കംപ്ലീറ്റ് ലെങ്തിൽ മാർ ആക്ട് ചെയ്തിരിക്കുകയാണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇവൻ്റെ SFD BMD വരയ്ക്കാൻ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? വി വിൽ ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ്. നോക്കൂ നിങ്ങൾ, സപ്പോർട്ട് റിയാക്ഷൻസ് ആകുമ്പോൾ ഈ UDL എങ്ങോട്ട് ആക്ട് ചെയ്യുകയാണ്, താഴോട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് സപ്പോർട്ട്സുകളും തമ്മിൽ അവന് ചേർന്ന് എന്ത് ചെയ്യും, അവനെ റെസിസ്റ്റ് ചെയ്യും. ഈ സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ RA ആണ്, ഈ സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ ആരായി മാറുന്നു, ദിസ് ഇസ് RB ആയി മാറുന്നു. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് RA RB കണ്ടെത്താം. വരൂ, ശ്രദ്ധിക്കൂ, RA RB കണ്ടെത്താൻ പോവുകയാണ്. സോ ഫസ്റ്റ് equilibrium equation, summation of all the vertical forces should be equal to 0. That is, മുകളിലോട്ട് RA ഉണ്ട് ഇല്ലേ, മുകളിലോട്ട് ആരുണ്ട്, RB ഇല്ലേ. സോ RA പ്ലസ് RB. താഴോട്ട് ആരുണ്ട്, ഈ കാണുന്ന കംപ്ലീറ്റ് UDL എങ്ങോട്ട് ആക്ട് ചെയ്യും, താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ UDL വെച്ചാൽ എത്ര ദൂരമുണ്ട്, A മുതൽ B വരെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ UDL താഴോട്ട് ആക്ട് ചെയ്യുകയാണ് ഇല്ലേ. സോ മൈനസ് W, ഈ കാണുന്ന W എന്ന് പറഞ്ഞ UDL എത്ര ദൂരം ആക്ട് ചെയ്യുന്നു, A മുതൽ B വരെ, ദാറ്റ് ഈസ് ടോട്ടൽ ലെങ്ത് L. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്യുക, L ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു 0. ഫ്രം ഹിയർ വി ക്യാൻ റൈറ്റ് RA പ്ലസ് RB ഇസ് ഈക്വൽ ടു മൈനസ് W അപ്പുറത്തും എന്താവും പ്ലസ് W ഇൻറ്റു L. ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, സമ്മേഷൻ ഓഫ് ഓൾ ദ മൊമെന്റ് അബൌട്ട് പോയിന്റ് ഇൻ ദ ബീം ഷുഡ് ബി ഈക്വൽ ടു 0. ഞാൻ ആരെ ചൂസ് ചെയ്തു, A എന്ന് പറയുന്ന മൊമെന്റും A എന്ന് പറയുന്ന പോയിന്റ് ചൂസ് ചെയ്തു. നോക്കൂ നിങ്ങൾ, RB ഇൻറ്റു A വരെയുള്ള ദൂരം എത്രയാണ്, L. നോക്കൂ, RB എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, മുകളിലോട്ടല്ലേ. സോ ദിസ് ഈസ് വാട്ട്, ദിസ് ഈസ് ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ്. ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ് ഞാൻ സാധാരണ എടുക്കുന്ന പോസിറ്റീവ് ആയിട്ടല്ലേ. സോ RB ഇൻറ്റു L. ഇനി നോക്കൂ നിങ്ങൾ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, താഴോട്ടല്ലേ. താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് കറങ്ങുന്നത്, ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ്. സോ ടോട്ടൽ UDL എടുക്കണം. കാരണം മൊമെന്റ് അബൌട്ട് A ആണ്. എയുടെ റൈറ്റ് സൈഡിൽ എത്ര ദൂരം UDL ഉണ്ട്, L ദൂരം UDL ഉണ്ട്. സോ മൈനസ്
W ഇൻറ്റു എൽ. ശ്രദ്ധിക്കണേ, -W ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ആരാണത്? ടോട്ടൽ ഫോഴ്സ് ഡ്യൂ ടു യു ഡിയിൽ മാത്രമായിട്ടുള്ളൂ. യു ഡിയിൽ ഇൻറ്റു ഡിസ്റ്റൻസ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എയുടെ റൈറ്റ് സൈഡിൽ എത്ര ദൂരം യു ഡിയിലുണ്ട്? എൽ ദൂരം യു ഡിയിലുണ്ട്. അപ്പോൾ ഈ കാണുന്ന W ഇൻറ്റു എൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി വിൽ ഗെറ്റ് ദ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ടോട്ടൽ ലോഡ്. ഈ W ഇൻറ്റു എൽ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് അറിയാമോ? എത്ര ദൂരമാണ് യു ഡിയിലുള്ളത്? ആ യു ഡിയിലെ സെൻറ്ററിലാണ് ആരാക്ട് ചെയ്യുന്നത്? ഈ കാണുന്ന W ഇൻറ്റു എൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്താണ്? ഈ W ഇൻറ്റു എൽ ഇൻറ്റു അവൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ മുതൽ എ വരെയുള്ള ദൂരം. അത് എത്രയാണ്? അത് L/2 ആണ്. അതെത്രയാണ്? L/2. സോ ഇൻറ്റു L/2 ചെയ്യുമ്പോൾ മാത്രമാണ് ആരാകുന്നത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് കംപ്ലീറ്റ് ആവുന്നത്. ശ്രദ്ധിക്കണേ, മൊമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി അങ്ങോട്ട് ബെൻഡിങ് മൊമെന്റ് ഓരോരോ പോയിന്റിലും എടുക്കണം. ആകെ മൊത്തം പുകയായിരിക്കും. അപ്പോൾ അത് മായണമെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എയുടെ റൈറ്റ് സൈഡിൽ എൽ ദൂരം ആരുണ്ട്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. സോ ഈ W ഇൻറ്റു എൽ ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ടോട്ടൽ ഫോഴ്സ് ഡ്യൂ ടു യു ഡിയിൽ കിട്ടി. പക്ഷേ ഈ W ഇൻറ്റു എൽ എന്ന ടോട്ടൽ ഫോഴ്സിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെയായിരിക്കും? എത്ര ദൂരമുള്ള യു ഡിയിലാണ് നമ്മൾ എടുത്തത്? ആ യു ഡിയിലെ സെൻട്രൽ ആക്റ്റീവ്. ദാറ്റ് ഈസ് എൽ ദൂരമുള്ള യു ഡിയിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ കറക്റ്റ് L/2 ആക്റ്റീവ്. അപ്പോൾ സി മുതൽ എ വരെയുള്ള ദൂരം എത്രയാണ്? L/2. സോ W എൽ ഇൻറ്റു L/2 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ദ ആൻസർ. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇനി പ്രത്യേകം ഒരു കാര്യം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചിരിക്കുകയാണ്. നിങ്ങൾ യൂണിഫോമിലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് ഇങ്ങനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാനേ പാടില്ല. കൺവേർട്ട് ചെയ്താൽ ആകെ മൊത്തം പ്രശ്നമാകും. അങ്ങനെ കൺവേർട്ട് ചെയ്യരുത്. കൺവേർട്ട് ചെയ്താൽ ആകെ മൊത്തം പ്രശ്നമാണ്. പിന്നെ അങ്ങോട്ട് SFD BFD വരയ്ക്കുമ്പോൾ എല്ലാം തെറ്റും. അതൊരു പോയിന്റിലോട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വരച്ചതാണ്. അതൊരിക്കലും നിങ്ങൾ പ്രോബ്ലത്തിൽ എഴുതി വെക്കരുത്. എഴുതി വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നം വരും. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമുക്ക് RB കണ്ടെത്തണ്ടേ? സോ RB ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു, ഈ മൈനസ് അപ്പുറത്തുമ്പോൾ പ്ലസ് W ഇൻറ്റു എൽ ഇൻറ്റു L/2/2 ആയി മാറുന്നു. ശരിയല്ലേ? ഒരു എൽ ക്യാൻസൽ ആയി പോകുന്നു. സോ വി ഗോട്ട് RB ഈസ് ഈക്വൽ ടു വാട്ട്? W L/2. ഈ RB ഇവിടെ കൊടുത്തു നോക്കുക, ഈക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ RA ഈസ് ഈക്വൽ ടു WL മൈനസ് WL/2. ശരിയല്ലേ? അപ്പോഴും RAയുടെ വാല്യൂ എന്തിനെ കിട്ടും? WL/2 കിട്ടും. കാരണം ഇത് എന്ത് ലോഡാണ്? ഇതൊരു സിമെട്രിക്കൽ ലോഡിംഗ് ആണ്, ഇല്ലേ? എ മുതൽ ബി വരെ എൽ ദൂരത്തിൽ ആരുണ്ട്? നമ്മുടെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടർ ലോഡിങ്ങിനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ പോയിന്റ് ബിയിലെയും പോയിന്റ് എയിലെയും ഫോഴ്സ് സെയിം ആയിരിക്കും. സോ വി ഗോട്ട് ദ വാല്യൂ RA ഈസ് ഈക്വൽ ടു WL/2. RB ഈസ് ഈക്വൽ ടു WL/2. കഥ കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ട് അവനെ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. കാരണം ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രമാണ്. മറ്റൊന്ന് നോക്കിയോട്ടെ. സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? we have to find out the shear force and bending moment values. So ഏറ്റവും ആദ്യം ചെയ്തു തുടങ്ങുന്ന ആരാണ്? നമ്മൾ എല്ലായ്പ്പോഴും ഷിയർ ഫോഴ്സ് ആണ്. സോ ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സൈൻ കൺവെൻഷൻ അല്ലേ? ഷിയർ ഫോഴ്സ് അല്ലേ സൈൻ കൺവെൻഷൻ ഓർമ്മയുണ്ടോ? റൈറ്റ് അപ്വേർഡ് ഞാൻ എന്ത് കൊടുക്കും? പോസിറ്റീവ് കൊടുക്കും. റൈറ്റ് ഡൗൺവേർഡ് ഞാൻ എന്ത് കൊടുക്കും? ഐ വിൽ പുട്ട് നെഗറ്റീവ് കൊടുക്കും. ഓക്കെ, സോ ദിസ് ഈസ് റൈറ്റ് അപ്വേർഡ് ആൻഡ് റൈറ്റ് ഡൗൺവേർഡ്. നോക്കൂ, നമ്മൾ എവിടെ മുതൽ തുടങ്ങും? റൈറ്റ് സൈഡിലുള്ള സൈൻ കൺവെൻഷൻ ആണ്. നമ്മൾ അങ്ങേ അറ്റം ബീമിൻ്റെ വലത്തെ അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ ആരാണുള്ളത്? പോയിന്റ് ബി ആണ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് ബിയുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കൂ, അവിടെ ആരുമില്ല. പക്ഷേ പോയിന്റ് ബിയിൽ കൂടെ ആര് പാസ് ചെയ്ത് പോകുന്നു? RB എന്ന് പറയുന്നു റൈറ്റ് അപ്വേർഡ് ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നു. സോ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് ഈക്വൽ ടു വാട്ട്? RB എന്ന് വെച്ചാൽ എത്ര നമുക്കറിയാം? WL/2. ഇത് നോക്കൂ, ഷിയർ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ B to C. ശ്രദ്ധിക്കണേ, ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലുമൊക്കെ പോയിന്റ് ലോഡ് ഉള്ളത് വരെ നമ്മൾ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ പോയിന്റ് ലോഡൊന്നുമില്ല. പക്ഷേ ഇടയിൽ ആരുണ്ട്? ബിക്കും സിക്കും ഇടയിൽ ആര് കിടപ്പുണ്ട്? ഒരു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. അപ്പോൾ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കാരണം എങ്ങനെ ഷിയർ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ആരെ ചൂസ് ചെയ്യുകയാണ്? ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ടുള്ള സെൻട്രൽ പോയിന്റ് ചൂസ് ചെയ്യുന്നു. വിച്ച് മീൻസ് B to C. ഇതിൻ്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിക്കണേ, സിയുടെ റൈറ്റ് സൈഡിൽ ആരൊക്കെ ഉണ്ട്? ഇത് ഒരുപാട് പേർക്ക് സംശയം വരുന്നൊരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് നോക്കൂ നിങ്ങൾ ഞാൻ ഇത്രയും ഭാഗം മറച്ചു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പോയിന്റ് സി ആണ് എടുത്തത്. പോയിന്റ് സിയുടെ റൈറ്റ് സൈഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. പോയിന്റ് സിയുടെ റൈറ്റ് സൈഡിൽ എത്ര ഫോഴ്സുകളുണ്ട്? 2 ഫോഴ്സുകളേ ഉള്ളൂ. ഒന്ന് RB എന്ന് പറയുന്ന അപ്വേർഡ് ഫോഴ്സ്. പിന്നെ നോക്കൂ, ഈ കാണുന്ന W എന്ന് പറയുന്ന യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. പക്ഷെ എത്ര ദൂരമുണ്ട്? C മുതൽ B വരെയുള്ള ദൂരം എത്രയാണ്? L/2 ആണ്. അപ്പോൾ അത്രയും ദൂരത്തെ ഷിയർ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. സോ ഷിയർ ഫോഴ്സ്
in the region B to C, which means C യുടെ റൈറ്റ് സൈഡിൽ ആരുണ്ടായിരുന്നു? ആർ ബി എന്ന് പറയുന്ന റൈറ്റ് അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് അല്ലേ? പക്ഷേ നമ്മുടെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടർ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ഡയറക്ഷൻ, വിച്ച് മീൻസ് മൈനസ് എത്രയാണ് യു ഡി എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ്? W ആണ്. നമ്മൾ എടുക്കുന്ന റീജിയൻ എത്രയാണ്? സി മുതൽ ബി വരെ, ദാറ്റ് ഈസ് L/2 റീജിയൻ അല്ലേ? സോ W × L/2 ചെയ്താൽ എന്ത് കിട്ടും? ബി മുതൽ സി വരെ ആക്ട് ചെയ്യുന്ന യു ഡി എല്ലിൻ്റെ ടോട്ടൽ ഫോഴ്സ് കിട്ടും. സോ ഇൻടു L/2. ആർ ബിയുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടെത്തി. WL/2 മൈനസ് WL/2. WL/2 മൈനസ് WL/2 എന്ത് കിട്ടും? ആൻസർ വിൽ ബി 0. സോ ഷിയർ ഫോഴ്സ് ഫ്രം ബി ടു സി, സിയിലേക്ക് എത്തിയപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായി മാറി? ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായി മാറി? 0 ആയി മാറി. ഞാൻ അവനെ അങ്ങോട്ട് മാറ്റി വെക്കുന്നു, നമുക്കിനി എൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതോളൂ. ഇനി നമുക്ക് എങ്ങോട്ട് വരണം? സിയിൽ നിന്ന് ഞാൻ എയിലേക്ക് വരികയാണ്. സോ ഷിയർ ഫോഴ്സ് ഫ്രം ദ റീജിയൻ സി ടു എ. നോക്കൂ, അറ്റ് സി വരെ ഞാൻ കണ്ടെത്തി. എത്രയാണ് അറ്റ് സിയുടെ വാല്യൂ? ഷിയർ ഫോഴ്സ് ഫ്രം ബി ടു സി. ഒരു കാര്യം വിട്ടുപോയി അല്ലേ? ബി ടു സി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണേ കുട്ടികളെ. ബി ടു സി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഷിയർ ഫോഴ്സ് അറ്റ് സി. കാരണം പോയിന്റ് സിയിൽ കൂടെ ആര് പാസ് ചെയ്യുന്നില്ല? ഫോഴ്സുകളൊന്നും പാസ് ചെയ്യുന്നില്ല. അവിടെ പോയിന്റ് ലോഡുകളൊന്നും ഇല്ല. ഈ കാണിച്ചിരിക്കുന്ന ആരോ എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ലോഡിൻ്റെ കഥയാണ്. അത് നിങ്ങൾ ഞാൻ ഇപ്പം തന്നെ അത് റീസ് ചെയ്ത് കളയാം. അതെങ്ങനെ കളയുമെന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, പോയി. ദിസ് ഈസ് ദ സെൻട്രൽ പോയിന്റ്. നോക്കൂ നിങ്ങൾ, ഷിയർ ഫോഴ്സ് അറ്റ് സി. ഷിയർ ഫോഴ്സ് അറ്റ് സി, സിക്ക് തൊട്ട് മുന്നേ വരെ എത്ര കിട്ടി? 0 കിട്ടി. ഞാൻ അതെടുത്ത് എഴുതി. അറ്റ് സിയിൽ കൂടെ ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടോ? അപ്പം നിങ്ങൾ പറയും, സാർ അറ്റ് സിയിൽ കൂടെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടറിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമെന്ന് പറയും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടറിലൂടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ ആർക്ക് ആക്ട് ചെയ്യാൻ പറ്റൂ? യു ഡി എല്ലിന് ആക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പോയിന്റ് സിയിൽ ഒരു പോയിന്റ് ലോഡും ഇല്ല, ഒരു യു ഡി എല്ലും ഇല്ല. അപ്പോൾ അറ്റ് സിയിലും ആരുമില്ല. അപ്പോൾ അവൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താണ്? 0 ആണ്. ഇനി നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? സി മുതൽ എയിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ്, വിച്ച് മീൻസ് എയുടെ റൈറ്റ് സൈഡിലുള്ള എല്ലാ ഷിയർ ഫോഴ്സുകളും എടുത്ത് എഴുതുക വിത്തൗട്ട് കൺസിഡറിങ് പോയിന്റ് ലോഡ് അറ്റ് എ. സോ എയുടെ റൈറ്റ് സൈഡിൽ ആരുണ്ട്? റൈറ്റ് അപ്പോർഡായ ആർ ബി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. മൈനസ് എയുടെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് യു ഡിയിലും ഉണ്ട്. എത്രയാണ്? അത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് W. എത്ര ദൂരമുണ്ട്? എ മുതൽ ബി വരെയുള്ള ദൂരം, അത് L ദൂരമാണ്. ആർ ബിയുടെ വാല്യൂ എത്രയാണ്? WL/2. ദാറ്റ് ഈസ് RB WL/2 മൈനസ് WL. 1/2 മൈനസ് 1 എത്രയാണ്? മൈനസ് WL/2 കിട്ടും. സോ സി മുതൽ എ വരെ എത്തിയപ്പോൾ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്തായി മാറി? മൈനസ് WL/2 മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് എ? എക്ക് തൊട്ട് മുന്നേ എത്രയുണ്ട്? മൈനസ് WL/2 ഉണ്ട്. അറ്റ് എയിൽ കൂടെ ആര് പോകുന്നുണ്ട്? RA. ആ അറ്റ് എയിൽ കൂടെ പോകുന്ന ഫോഴ്സിനെയും റൈറ്റ് സൈഡിലെ ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യുക. സോ പ്ലസ് RA പ്ലസ് ഈ കാണുന്ന RAയുടെ വാല്യൂ എത്രയാണ്? പ്ലസ് WL/2 അല്ലേ? സോ മൈനസ് WL/2 പ്ലസ് WL/2. ആൻസർ എന്ത് കിട്ടും? വിൽ ഗെറ്റ് 0. ഇതിന്റെ അർത്ഥം എന്താണ്? ഷിയർ ഫോഴ്സ് അറ്റ് എയുടെ വാല്യൂ 0 അല്ല. നമ്മൾ വെരിഫൈ ചെയ്യുകയാണ് ഇതുവരെ ചെയ്ത ആൻസേഴ്സുകളെല്ലാം കറക്റ്റ് ആണ് എന്ന് നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുകയാണ്. ഷിയർ ഫോഴ്സ് അറ്റ് എയുടെ വാല്യൂ എന്തല്ല? 0 അല്ല. അത് മറന്നു പോകരുതേ പിള്ളേരെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? വി ഹാവ് ടു ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ശ്രദ്ധിച്ചിരിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫിഗറാണിത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ നിങ്ങൾ, ദിസ് ഇസ് പോയിന്റ് എ, ദിസ് ഇസ് പോയിന്റ് സി, ദിസ് ഇസ് പോയിന്റ് ബി. നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് ബി? ഷിയർ ഫോഴ്സ് അറ്റ് ബി കിട്ടി. എത്രയാണ്? പ്ലസ് WL/2. സോ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലോട്ട് പോയി, ഇവിടം വരെ പോയി. എത്രയാണ് വാല്യൂ? WL/2 എന്ന് കിട്ടും. നോക്കൂ നിങ്ങൾ, ഷിയർ ഫോഴ്സ് അറ്റ് സിയുടെ വാല്യൂ എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് സി? അല്ലെങ്കിൽ ബിയിൽ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ വാല്യൂ എത്രയാണ്? ബി എത്രയാണ്? ആൻസർ ഈസ് 0. സോ ഇറ്റ് ഈസ് 0 ഹിയർ. അറ്റ് സിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി നമ്മൾ എങ്ങനെ ബിയിൽ നിന്ന് സിയിലേക്ക് ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ വരച്ചു കാണിക്കും? ഇതിനു മുന്നേ പഠിച്ചത് എന്തായിരുന്നു? രണ്ട് പോയിന്റ് ലോഡുകൾക്കിടയിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ബി മുതൽ സി വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരച്ചിരുന്നു? നോക്കൂ നിങ്ങൾ. ഫോർ എക്സാമ്പിൾ ഈ രണ്ട് പോയിന്റ് ലോഡുകളിൽ ഷിയർ ഫോഴ്സ് എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ പോയിന്റ് ലോഡ് അല്ല. ഇവിടെ ബിക്കും സിക്കും ഇടയിൽ ആരുണ്ട്? ഒരു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ബിയിൽ നിന്ന് സിയിലേക്ക് അല്ലെങ്കിൽ WL/2 നിന്ന് 0 എത്തുമ്പോൾ
നമ്മുടെ ഷിയർ ഫോഴ്സ് എങ്ങനെ വേരി ചെയ്യും നമുക്കറിയില്ല. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമോ, പിന്നെ പരാബോളിക് ആയിരിക്കുമോ, എങ്ങനെ ആയിരിക്കുമോ, നമ്മൾ ലീനിയർ നമുക്കൊന്നും അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ വേരിയേഷൻ നമുക്കൊന്ന് പഠിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പറ. ഞാനൊരു സെക്ഷൻ എടുത്തു, ബിക്കും സിക്കും ഇടയിൽ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുത്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സപ്പോർട്ട് ബി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ പെർട്ടിക്കുലർ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് കണ്ടെത്താൻ പോവുകയാണ്. എവിടെ ഷിയർ ഫോഴ്സ് ആണ്? എഫ് എക്സ് കണ്ടെത്താം. വാട്ട് ഈസ് എഫ് എക്സ്? നോക്കൂ നിങ്ങൾ, എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷന്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കൂ നിങ്ങൾ. ഈ കാണുന്ന എക്സ് എക്സ് എന്ന സെക്ഷന്റെ റൈറ്റ് സൈഡിൽ രണ്ട് ഫോഴ്സുകളേ ഉള്ളൂ. ആരൊക്കെ രണ്ട് ഫോഴ്സുകൾ ഉള്ളത്? ഒന്ന് ആർ ബി എന്ന് പറയുന്ന അപ്വേർഡ് ഫോഴ്സ്, പിന്നെ ഈ കാണുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അവൻ എത്ര ദൂരമേ ഉള്ളൂ? എക്സ് ദൂരമേ ഉള്ളൂ. അപ്പൊ റൈറ്റ് അപ്വേർഡ് ആർ ബി എന്താണ്? പോസിറ്റീവ് ആണ്. ഞാനത് മാർക്ക് ചെയ്തു. മൈനസ്, കാരണം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ ദിസ് ഈസ് ഡൗൺവേർഡ് ഡയറക്ഷൻ ഇല്ലേ? യൂണിഫോംലി യു ഡി എൽ ഡൗൺവേർഡ് ആണ്. പക്ഷെ എത്ര ദൂരമുള്ള യു ഡി എൽ ആണ് നമുക്ക് ആവശ്യം? എക്സ് ദൂരം. സോ ഡബ്ല്യു ഇൻറ്റു എക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ വാല്യൂ. സോ മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ്. ഇതിൽ നോക്കൂ നിങ്ങൾ, ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. ഈ കാണുന്ന ആർ ബിയുടെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഈ കാണുന്ന യു ഡി എല്ലിൻ്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഒരേ ഒരു വേരിയബിൾ ഉള്ള ആരാണ്? എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. വിച്ച് മീൻസ് ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുകൾക്കിടയിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. അവൻ വേരി ചെയ്യും. അവൻ എങ്ങനെ വേരി ചെയ്യും? ലീനിയർലി വേരി ചെയ്യും. കാരണം ഇവിടെ എക്സിന്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പം ലീനിയർലി വേരി ചെയ്യും. വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ സ്ട്രൈറ്റ് ലൈൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ബിയിലെ വാല്യൂ WL/2 ആണ്. പോയിന്റ് സിയിലെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവ രണ്ടുപേരെയും ചേർത്തുകൊണ്ട് നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ദാ ഇവിടെ നിന്ന് നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് ഇങ്ങനെ കൊണ്ട് കൂട്ടിമുട്ടിച്ചു. ശ്രദ്ധിക്കണേ, തൊട്ടു മുന്നേ 2 പോയിന്റ് ലോഡുകൾക്കിടയിൽ ഷിയർ ഫോഴ്സ് എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുകൾക്കിടയിൽ ഷിയർ ഫോഴ്സ് എന്താണ്? കോൺസ്റ്റന്റ് അല്ല, വേരിയിങ് ആണ്. എങ്ങനെ വേരി ചെയ്യുന്നു? ലീനിയർലി വേരി ചെയ്യുന്നു. കണ്ടോ? സ്ട്രൈറ്റ് ലൈൻ. ഇപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് സി വരെ വരച്ചു. ഷിയർ ഫോഴ്സ് അറ്റ് സി എത്രയാണ്? 0 ആണ്. സി എയിലേക്ക് പോയപ്പോൾ വാല്യൂ എത്രയായി മാറി? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി ടു എ? മൈനസ് WL/2. അപ്പോൾ നോക്കൂ നിങ്ങൾ, എഗെയിൻ ദാ ഇവിടെ നിന്ന് വാല്യൂ കുറഞ്ഞ് എങ്ങോട്ട് പോകുന്നു? കുറഞ്ഞ് ഇവിടെ എത്തി. എത്രയാണ് എൻ്റെ വാല്യൂ വരുന്നത്? ഇറ്റ് ഈസ് മൈനസ് WL/2. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവനെ ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് വരച്ച് കാണിക്കും. ശരിയല്ലേ? സോ ദിസ് ഈസ് അവർ പോസിറ്റീവ് റീജിയൻ ആൻഡ് ദിസ് ഈസ് അവർ നെഗറ്റീവ് റീജിയൻ. ഞാൻ പറഞ്ഞിരുന്നു എഫ് എയുടെ വാല്യൂ എന്തല്ല? എഫ് എയുടെ വാല്യൂ എന്തല്ല? 0 അല്ല. ഈ പടം നോക്കൂ. ഷിയർ ഫോഴ്സ് അറ്റ് എ ഈസ് ഇക്വൽ ടു മൈനസ് WL/2. ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് ഇക്വൽ ടു പ്ലസ് WL/2. ചിലപ്പോൾ പ്രോബ്ലം, ഇതേ സെയിം പ്രോബ്ലം ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പം ഡയറക്ഷൻ തിരിഞ്ഞടക്കും. ഇവിടെ നെഗറ്റീവും ഇപ്പുറത്ത് പോസിറ്റീവ് ആയിരിക്കും. അതൊന്നും പ്രശ്നമില്ല. നമ്മളെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ കൺവെൻഷൻ അവരെടുത്തിരിക്കുകയാണ്. ഇതൊരു സൈൻ കൺവെൻഷൻ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സൈൻ കൺവെൻഷൻ ഏതാണ്? അത് നമുക്ക് ചൂസ് ചെയ്യാം. ആ ആൻസറും പ്രൊസീജിയറുമാണ് നമുക്കിവിടെ വേണ്ടത്. ആ മാഗ്നിറ്റ്യൂഡും പ്രൊസീജിയറുമാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടാനുള്ളത്. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട്? ഷിയർ ഫോഴ്സ് ഇൻ എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇനി നമുക്ക് എങ്ങോട്ട് പോകാൻ പോവുകയാണ്? നമ്മൾ നൗ വി ആർ മൂവിങ് ഓൺ ടു what? Bending moment diagram. എന്ത് ഡയഗ്രമാണ്? ബെൻഡിങ് മൊമെന്റ്. സോ ദിസ് ഈസ് ബെൻഡിങ് മൊമെന്റ്. ഓർമ്മയുണ്ടോ? റൈറ്റ് സൈഡിലെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്താണ്? പോസിറ്റീവ് ആണ്. റൈറ്റ് സൈഡിലെ ക്ലോക്ക് വൈസ് എന്താണ്? നെഗറ്റീവ് ആണ്. ദിസ് ഈസ് ദ സൈൻ കൺവെൻഷൻ വി നീഡ് ടു ഫോളോ. സോ നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ദ എക്സ്ട്രീം റൈറ്റ് പോയിന്റ്. ബെൻഡിങ് മൊമെന്റ് ബി, ഒന്നും ആലോചിക്കേണ്ട, ആൻസർ ഈസ് 0. കാരണം എക്സ്ട്രീം എൻഡുകളിൽ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും, എക്സെപ്റ്റ് കാൻഡിലിവറിന്റെ ഫിക്സഡ് പോയിന്റ്. സോ ബെൻഡിങ് മൊമെന്റ് ബി 0. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കൂ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ശ്രദ്ധിക്കണേ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. കാരണം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പാണ് പണി കിട്ടും. ശ്രദ്ധിച്ചിരിക്കുക. ബെൻഡിങ് മൊമെന്റ് അറ്റ് സിയുടെ അർത്ഥം എന്താണ്? സിയുടെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ കാരണം ഉണ്ടാകുന്ന മൊമെന്റ്. രണ്ട് ഫോഴ്സുകളേ ഉള്ളൂ. ഒന്ന് ആർ ബി എന്ന് പറയുന്ന ഫോഴ്സ്, മറ്റൊന്ന് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W എന്ന് പറയുന്ന UDL. എത്ര ദൂരമുണ്ട്? L/2 ദൂരമുണ്ട്. സോ റൈറ്റ് സൈഡിൽ ആർ ബിയുടെ ഫോഴ്സ് RB ഇൻറ്റു സി വരെയുള്ള ദൂരം എത്രയാണ്? L/2. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതെന്താണ്? പോസിറ്റീവാണ്. നോക്കൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. RB മുകളിലോട്ടല്ലേ കൊടുക്കൂ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. അതേസമയം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എങ്ങോട്ടാണ്? താഴോട്ട് അല്ലേ? വിച്ച് മീൻസ് ഇറ്റ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ മൈനസ്, ശ്രദ്ധിക്കണേ,
ബെൻഡിങ് മൊമെന്റ് അറ്റ് സി മീൻസ് സിയുടെ റൈറ്റ് സൈഡിലുള്ള യൂഡിൽ മാത്രം നോക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള യൂഡിൽ നോക്കണ്ട. സിയുടെ റൈറ്റ് സൈഡിൽ എത്ര ദൂരം യൂഡിലുണ്ട്? L/2 ദൂരം യൂഡിലുണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്താണ്? ഈ കാണുന്ന W ഇൻറ്റു L/2. സോ മൈനസ് W ഇൻറ്റു L/2. ഇപ്പോൾ ആരായി മാറിയതേ ഉള്ളൂ? ഇത് ഫോഴ്സ് മാത്രമായിട്ടുള്ളൂ. ഈ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? യു ഡിയിൽ കിട്ടുന്നത്. നോക്കൂ നിങ്ങൾ, ഞാൻ ആ പോയിന്റ് ലെറ്റ്സ് സേ ദിസ് ഈസ് സി, ദിസ് ഈസ് എ. ഓക്കെ, സി മുതൽ എ വരെ ആര് ആക്ട് ചെയ്യുന്നു? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. എത്രയാണ് വാല്യൂ? W ന്യൂട്ടൺ പെർ മീറ്റർ. ഈ ദൂരം എത്രയാണ്? ദിസ് ഈസ് L/2. ശരിയല്ലേ? അപ്പോൾ ഈ കാണുന്ന W ഇൻറ്റു L/2 ചേർന്ന് എന്ത് കിട്ടും? ടോട്ടൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കിട്ടിയിട്ടുണ്ട്. ആ ടോട്ടൽ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യും? കറക്റ്റ് AC അല്ലെങ്കിൽ എത്ര ദൂരം നമ്മൾ എടുത്ത UDLൻ്റെ എക്സാക്ട് സെൻട്രൽ ആക്ട് ചെയ്യും. അതായത് എക്സാക്ട് സെൻറ്റർ ഇവിടെ അല്ലേ വരുന്നത്? സോ ദിസ് ഈസ് W ഇൻറ്റു L/2 വിച്ച് മീൻസ് L/2ൻ്റെ സെൻറ്ററിലാണ്. L/2 സെൻറ്റർ എന്ന് വെച്ചാൽ L/2ൻ്റെ ഹാഫ് എത്രയാണ്? L/4 അല്ലേ? സോ L/4 ആണ്. L/4 ലെങ്ത്തിലാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഈ W ഇൻറ്റു L/2 എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ, കൺഫ്യൂഷൻ ആകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാണുന്ന BC സെക്ഷൻ സെപ്പറേറ്റ്ലി വരച്ചു. ഓക്കെ, ടോട്ടൽ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്രയാണ്? ഈ കാണുന്ന W ഇൻറ്റു L/2, ദാറ്റ് ഈസ് W L/2. അത് എവിടെ ആക്ട് ചെയ്യും? ഈ കാണുന്ന യൂഡിലിൻ്റെ എക്സാക്ട് സെൻറ്റർ. ഈ കാണുന്ന ടോട്ടൽ യൂഡിലിൻ്റെ ലെങ്ത് എത്രയാണ്? L/2 ആണ്. അപ്പോൾ അവൻ സെൻറ്ററിൽ എന്തായിരിക്കും? L/2ൻ്റെ പകുതി എത്രയാണ്? L/4 അല്ലേ? കറക്റ്റ് L/4 ആര് ആക്ട് ചെയ്യുന്നു? നമ്മുടെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട്. ദിസ് ഈസ് ഓൾസോ L/4. അപ്പോൾ ഇവിടെ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സി വരെയുള്ള ദൂരം എത്രയാണ്? ഈ ഫോഴ്സ് മുതൽ ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? L/4 ആണ്. സോ ഇൻറ്റു L/4 ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് ബെൻഡിങ് മൊമെന്റ് കിട്ടത്തുള്ളൂ. ആദ്യം പറഞ്ഞത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബെൻഡിങ് മൊമെന്റ് കിട്ടി. അത് കൃത്യമായി മനസ്സിലാക്കാനാണ് സെപ്പറേറ്റ്ലി ഞാൻ വരച്ച് കാണിച്ചത്. സോ ബെൻഡിങ് മൊമെന്റ് ബി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് RB? W L/2. നോക്കൂ നിങ്ങൾ, W L/2 ഇൻറ്റു L/2. സോ W L ഇൻറ്റു L എന്തായി മാറും? L². 2 ഇൻറ്റു എന്തായി മാറും? WL²/4. നോക്കൂ, W L ഇൻറ്റു L L². 4 ഇൻറ്റു 2 8. സോ W L/4 മൈനസ് WL²/8. സോ 1/4 മൈനസ് 1/8 എന്ത് കിട്ടും? WL²/8 കിട്ടും. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി നമ്മൾ കണ്ടെത്തി. എത്രയാണ്? WL²/8. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് വരും. ഡൗട്ട് വരുന്നത് സോൾവ് ചെയ്യാൻ കുറെ കൂടെ ക്ലിയർ ആവാനാണ് ഞാൻ സെപ്പറേറ്റ്ലി വരച്ച് കാണിച്ചത്. ഈ കാണുന്ന സി മുതൽ തെറ്റിയില്ല. ദിസ് ഇസ് നോട്ട് എ, ദിസ് ഇസ് ബി. ഇല്ലേ? നമ്മൾ ഈ സി മുതൽ ബി വരെയുള്ള പോർഷനിൽ എടുത്തിരിക്കുന്നത്. സി മുതൽ ബി വരെയുള്ള പോർഷൻ എടുത്തിരിക്കുന്നത്. കാരണം കണ്ടുപിടിക്കുന്ന ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ആണേ. കൺഫ്യൂഷനായി പോകരുത്. ഞാനത് നമ്പറിങ് കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്. C to B ആണ്, C to നോട്ട് C to A. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കിട്ടി. WL²/8 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ കണ്ടെത്താം. വാട്ട് ഈസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ? നമുക്കറിയാം എക്സ്ട്രീമെൻ്റ് ആണ്. അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? 0 ആണ്. വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലെ ഈ ഫോഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടും 0. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡിൽ ആരുണ്ട്? RB ഇല്ലേ? RB ഇൻറ്റു എ വരെയുള്ള ദൂരം എത്രയാണ്? L മൈനസ് എയുടെ റൈറ്റ് സൈഡിൽ ഫുൾ യുഡിയിലുണ്ട്. സോ മൈനസ് W, കാരണം യുഡിയിൽ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ് W ഇൻറ്റു L ചെയ്തപ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു L/2 ചെയ്താൽ എന്ത് കിട്ടും? മൊമെന്റ് ആയി മാറി ഇല്ലേ? കാരണം W ഇൻറ്റു L കറക്റ്റ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നു. സോ RBയുടെ വാല്യൂ എത്രയാണ്? WL/2. സോ WL/2 ഇൻറ്റു L എത്രയാണ്? WL²/2 മൈനസ് L ഇൻറ്റു L WL²/2. ആൻസർ എന്ത് കിട്ടി? 0 കിട്ടിയില്ലേ? സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ വിൽ ബി 0 ഹിയർ. സോ നമ്മളത് വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നോക്കൂ നിങ്ങൾ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൈസായിട്ടുള്ളൊരു ഫിഗറാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ആ പോയിന്റ്സുകൾ ഒന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. പോയിന്റ്സുകളൊക്കെ തെറ്റിപ്പോവാണ്. ദിസ് ഇസ് സി അല്ലേ? ആൻഡ് ഫൈനലി ദിസ് ഈസ് വാട്ട്? ബി. വളരെ എളുപ്പത്തിൽ നമുക്കിത് വരയ്ക്കാം. കാരണം ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി നമുക്ക് കിട്ടി 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ നമുക്ക് കിട്ടി 0. ഇതാ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ആര് വേണം? സി. നമുക്കറിയാം WL²/8. ഫോർ എക്സാമ്പിൾ ഇത്രയാണ് വാല്യൂ, ഇത്രയാണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് വാട്ട്? ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ദിസ് ഈസ് WL²/8. ഈ കാണുന്ന ഹൈറ്റ് WL²/8. നമ്മൾ എങ്ങനെ ഈ 3 പോയിന്റിൽ കണക്ട് ചെയ്ത് വരയ്ക്കും?
നമുക്കറിയില്ല. നമ്മുടെ ആരാണ് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നാൽ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ വേരി ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതേസമയം 2 പോയിന്റ് ലോഡുകൾക്കിടയിലാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ലീനിയർലി വേരി ചെയ്യും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കണ്ടോ 3Wയ്ക്കും 2Wയ്ക്കും ഇടയിൽ ലീനിയർലി എന്ത് ചെയ്യുകയാണ്, ഷിയർ ഫോഴ്സ് വേരി ചെയ്യുന്നു. പക്ഷേ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നാൽ എങ്ങനെ വേരി ചെയ്യും നമുക്കറിയില്ല, നമുക്കത് കണ്ടെത്തണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആ കാണുന്ന പെർട്ടിക്കുലർ സെക്ഷൻ കണ്ടോ, ആ സെക്ഷൻ കണ്ടോ, എക്സ് എന്ന സെക്ഷൻ കണ്ടോ, ഈ സെക്ഷൻ, അതായത് ഈ ബിക്കും സിക്കും ഇടയിൽ ഞാൻ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കണ്ടെത്താൻ പോകുന്നത്, ദാറ്റ് ഈസ് MX ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്, കണ്ടെത്താൻ പോകുക. വാട്ട് ഈസ് MX? XX എന്ന് പറഞ്ഞ സെക്ഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ കാരണം ഉണ്ടാകുന്ന മൊമെന്റുകൾ. രണ്ട് ഫോഴ്സുകളേ ഉള്ളൂ. ഒന്ന് റൈറ്റ് അപ്വേർഡ് ആയിട്ടുള്ള RB, മറ്റൊന്ന് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. എത്ര ദൂരമേ ഉള്ളൂ? X ദൂരമേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ വേണമെങ്കിൽ തൽക്കാലം ഇവിടെ വരച്ചു തരാം. Let's say this is our XX section. Okay, XX section. This is point B. ഈ കാണുന്നത് ആരാണ്? RB. ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഞാൻ കണ്ടെത്താൻ പോവുകയാണ്. MX കണ്ടെത്താൻ പോവുകയാണ്. ഈ കാണുന്നതിന്റെ വാല്യൂ എത്രയാണ്? What is the value of this UDL? W Newton per meter. ശ്രദ്ധിച്ചിരിക്കൂ. RB എന്ത് മൊമെന്റ് ആണ്? ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ്. ഇതെന്ത് ദൂരമാണ്? This is X. സോ പ്ലസ് RB ഇൻറ്റു X. കാരണം എന്താണ്? റൈറ്റ് ആൻറ്റി എന്താണ്? പോസിറ്റീവാണ്. അതേസമയം നമ്മളെ UDയിൽ നോക്കൂ, ക്ലോക്ക് വൈസ് ആണ് താഴോട്ടല്ല ആക്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ക്ലോക്ക് വൈസ്. സോ മൈനസ് UDയിലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? Wൻ്റെ എത്ര ദൂരമുണ്ട്? UDയിൽ X ദൂരം. സോ W X ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ലോഡ് കിട്ടി. ഈ W X എവിടെ ആക്ട് ചെയ്യുന്നത്? നമ്മളെ എക്സിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ X/2 ആര് ആക്ട് ചെയ്യുന്നത്? W X ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ലെങ്ത് ഈസ് വാട്ട്? X/2. സോ ഈ കാണുന്ന X വരെയുള്ള ദൂരം എത്രയാണ്? X/2. സോ WX ഇൻറ്റു എന്ത് ചെയ്യണം? X/2 ചെയ്യുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, RB ഇൻറ്റു X മൈനസ് WX²/2. WX²/2. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയാമോ പിള്ളേരെ? നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന MX Xനനുസരിച്ച് വേരി. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി, Xൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ്? 2 ആണ്. വിച്ച് മീൻസ് സെക്കൻഡ് ഡിഗ്രിക്ക് അനുസരിച്ചാണ് ആര് വേരി ചെയ്യുന്നത്? ഇവിടുത്തെ X വേരി ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ബെൻഡിങ് മൊമെന്റ് വേരീസ് ഇൻ പാരാബോളിക് ഷേപ്പ്. ഒരു പരാബോള പോലെ ആയിരിക്കും ആര് വേരി ചെയ്യുന്നത്? ഇല്ലെങ്കിൽ ഇൻ ദ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ബെൻഡിങ് മൊമെന്റ് വേരീസ് ലൈക്ക് എ പരാബോള. വിച്ച് മീൻസ് A മുതൽ B വരെയും ആരുണ്ട്? നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുകളുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റുകളും ചേർത്തുകൊണ്ട് ഞാൻ എന്ത് വരയ്ക്കണം? ഒരു പരാബോള വരയ്ക്കണം. ഞാൻ വരയ്ക്കട്ടെ ഒരു പരാബോള. ലെറ്റ്സ് സേ ഐ എം ഗോയിങ് ടു ഡ്രോ എ പരാബോള. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ പരാബോള. ഈ കാണുന്നത് എന്താണ്? മാക്സിമം പരാബോളയുടെ മാക്സിമം പീക്കാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ ഒരു പരാബോള ഇങ്ങനെ വരയ്ക്കുമ്പോൾ നോക്കൂ, ഇവിടെ വന്നെത്തുന്നു. ഇനി ഈ മാക്സിമത്തിൽ നിന്ന് പിന്നെയും കുറഞ്ഞ് എന്താകുന്നു? ഇപ്പുറത്തെത്തുന്നു. സോ ദിസ് ഇസ് എ പരാബോള. ദിസ് ഈസ് എ പരാബോള. കണ്ടോ? എല്ലാ ടൈപ്പ് ഓഫ് ലോഡും ഈ പറയുന്ന പ്രോബ്ലത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എക്സെപ്റ്റ് UVL. അത് വളരെ റയറായിട്ട് ചോദിക്കാറുള്ള, നമുക്ക് ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പോയിന്റ് ലോഡായി, പോയിന്റ് മൊമെൻ്റായി, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായി, സിംപ്ലി സപ്പോർട്ടഡ് BMI, കാൻഡിലിവർ BMI, ഓവർ ഹാങ്ങിങ് BMI, എല്ലാ ടൈപ്പ് ഓഫ് ബീമുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഫോഴ്സുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ എല്ലാവരുടെയും കോമ്പിനേഷനാണ് നമുക്കിനി ചെയ്യേണ്ടത്. അതായത് ബെൻഡിങ് മൊമെന്റിന് ഇനി എത്ര വലിയ പ്രോബ്ലംസ് വന്നാലും, SFD BMDക്ക് എത്ര വലിയ കൊലകമ്പൻ ക്വസ്റ്റ്യൻസ് ഇട്ടാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ബേസിക്സുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഇത്രയും ഇതുവരെയുള്ള പ്രോബ്ലംസുകൾ നിങ്ങൾ കൺസെപ്ച്വലി മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് പ്രോബ്ലവും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എല്ലാ പ്രോബ്ലത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു സിമ്പിളായിട്ട് നോക്കൂ. ഈ കാണുന്ന C എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ഷിയർ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്? സൈൻ ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ നോക്കൂ, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് മാറുന്ന സ്ഥലം ഈ കാണുന്ന പോയിന്റ് Cയിലാണ്. അതേ പോയിന്റ് Cയിലാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാക്സിമം കിട്ടുന്നത്. കണ്ടോ? ഓൾമോസ്റ്റ് ഓൾ ദ പ്രോബ്ലംസ് ഷിയർ ഫോഴ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാക്സിമം. നോക്കൂ, WL²/8 എന്ന് പറഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ സെൻറ്ററിലാണ്. ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു പോയിന്റ് ലോഡ് പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് UDയിൽ വെച്ചിട്ട് പോയിന്റ് ലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? WL/4 കിട്ടി. ഈ 2 സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ സെൻറ്ററിൽ ഒരു പോയിന്റ് ലോഡ് വന്നാൽ
മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL/4 ആണ്. അതേസമയം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ത്രൂ ഔട്ട് ദ ബീം ഒരു UDL ഉണ്ടെങ്കിൽ അവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്താണ്? WL²/8 ആണ് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ പറയുന്ന കണ്ടീഷൻസുകളെല്ലാം നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ ആവശ്യം വരും. എന്താണ്? ബെൻഡിങ് സ്ട്രെസ് പഠിപ്പിക്കുമ്പോൾ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം? നമ്മളിവിടെ വലിയ essay ആയിട്ട് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇടയിൽ ഒരു ചെറിയൊരു സ്റ്റെപ്പായിട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ കണ്ടെത്താൻ പോകേണ്ട, നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിങ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL²/8 ആണ്. അല്ലെങ്കിൽ മറ്റേ പോയിന്റ് ലോഡ് ആണെങ്കിൽ WL/4 ആണ്. അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അതല്ലാത്തൊരു എക്സെൻട്രിക് ലോഡിങ്, സിമെട്രിക് അല്ലാത്ത തോന്നി പോലെ ലോഡ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ അല്ലേ? സോ എല്ലാ ടൈപ്പ് ഓഫ് ലോഡിങ്ങും ടൈപ്പ് ഓഫ് ബീംസും കവർ ചെയ്തു. ഇനി നമുക്ക് ഇവരെ എല്ലാവരെയും ക്ലബ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് പ്രോബ്ലംസിൽ വർക്കൗട്ട് ചെയ്യാം.